തൃത്വ ദൈവത്തിന് സ്തുതി. ആദ്യം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടിയ പ്രിയപ്പെട്ട മോളോടുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. റിയലി അത് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യേശു എൻ്റെ അടിസ്ഥാനം, അതാകുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ ബോധ്യം. ആ ബോധ്യത്തിൽ ശക്തി കണ്ടെത്തുക എന്നുള്ളതാകുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ക്രിസ്തുവിൽ എത്രമാത്രം ആഴത്തിൽ വളരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാകുന്നുവെങ്കിൽ യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ അനുദിനം മുന്നേറുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ, പ്രത്യേകിച്ച് സഭ ഐക്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് അവൻ നമുക്ക് നൽകിയ ആ വലിയ ദൗത്യത്തിൽ ഒരു മനസ്സോടെ മുന്നേറുവാൻ ഈ നാളുകൾ പ്രതികൂലതകളുടെ മധ്യത്തിലും നാം ശ്രമിക്കുന്നു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാകും. ഒത്തിരി സന്തോഷം നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ എന്നെ കൂടി ക്ഷണിച്ചതിൽ. ഇത് ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന DJ സ്റ്റാൻലി അച്ഛൻ, അതേപോലെ കാൽവറി ലൂതറൻ സഭയിലെ അംഗങ്ങൾ, UCM പ്രസിഡന്റ് ആയിരിക്കുന്ന എന്നെ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്ത MG ജെയിംസ് സാർ, സ്വാഗത വാക്കുകളിലൂടെ ഞാൻ ഒത്തിരി പൊങ്ങിപ്പോയോ എന്ന് എനിക്കൊരു സംശയം, അത്രയും വേണ്ടായിരുന്നു. ശ്രീ കോശി M ജോസ, അതേപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച ഗ്ലാഡ്സ്റ്റൺ അച്ഛൻ, ഓസ്കാർ ലോപ്പസ, നിങ്ങളൊക്കെയുള്ള സന്തോഷം ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ഒരപ്പന്റെ മക്കളും ഒരപ്പത്തിന്റെ അവകാശികളുമാകുന്നു നാം എന്നുള്ള ബോധ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലം. ഇന്ന് വിഭജനത്തിന്റെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിജീവനത്തിൻ്റെതായ ഒരു വലിയ ത്വര എന്നിലും നിങ്ങളിലും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിജീവനത്തിന്റെ സുവിശേഷമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെയാകുന്നുവെങ്കിൽ ക്രിസ്തു സുവിശേഷത്തിന്റെ സാങ്കത്യം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. നോമ്പിനെ കുറിച്ച് വളരെ അനുഗ്രഹീതമായ ചില ചിന്തകൾ സ്റ്റാൻലി അച്ഛൻ നാമുമായി പങ്കുവച്ചു. ആത്യന്തികമായി മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രകാശത്തെ തിരിച്ചറിയുന്ന, മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രകാശത്തിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കുക മാത്രമല്ല അതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ദിവ്യ അനുഭവമാകുന്നു ഈ നോമ്പിന്റെ നാളുകൾ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പ് എന്ന് പറയുന്നത് ചില പ്രത്യേക വേർതിരിക്കപ്പെട്ട നാളുകൾ ആകുന്നു എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ നാള് നമ്മോട് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുമുണ്ട്. രുചി വെടിഞ്ഞ് രുചി പകരുക എന്നൊക്കെ പലപ്പോഴും പറയും. ചിലത് ഉപേക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഞാൻ ജീവിതത്തിൽ എന്ത് നേടുന്നു, എന്ത് ആർജിക്കുന്നു എന്നുള്ളത് ആത്യന്തികമായി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോരൻ കീർക്കെഗാഡ് എന്ന് പറയുന്ന ചിന്തകൻ തൻ്റെ ആത്മീയ തീർത്ഥാടന യാത്രയിൽ നോമ്പ് അനുഭവങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ട്. അതിപ്രകാരമാണ്: ലെൻഡ് demands us to create silence, bring people to silence. That is the intention of Lenten days. നോമ്പ് നമ്മളെ മൗനത്തിലേക്കാകുന്നു ക്ഷണിക്കുന്നത്, ധ്യാനത്തിലേക്കാകുന്നു ക്ഷണിക്കുന്നത്. ഒരു ഇന്നർ പിൽഗ്രിമേജ് എക്സ്പീരിയൻസ് സ്വായത്തമാക്കുവാനാകുന്നു ഓരോ ലെൻഡും നമ്മോട് ആവശ്യമാക്കുന്നത്. ഇന്ന് ശബ്ദമുഖരിതമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും സ്വസ്ഥതയില്ല. മറ്റു രീതിയിൽ പറയുമ്പോൾ വെറുതെ നടക്കുന്നവനും ചെവിയിൽ 2 വയറ് വെച്ച് നടക്കുന്ന ഒരു ലോകമായി. സൈറ്റൻ ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്നത് അവന്റെ മനോമുഖരത്തിൽ നിന്നും ദൈവബോധത്തെ അകറ്റിക്കളയുക എന്നുള്ള ടെക്നിക്ക്. അതായത്
ദൈവബോധമില്ലാതെ അവന്റെ മനസ്സിനെ, ശരീരത്തെ, അവന്റെ ജീവിതത്തെ തന്നെ ദൈവിക ബോധത്തിൽ നിന്നും വിചാരത്തിൽ നിന്നും അകറ്റുക എന്നുള്ളതാകുന്നു ഈ കാലഘട്ടം പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം. അതുകൊണ്ട് ദൈവബോധത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന മനുഷ്യർ സൈലൻസ് എന്ന് പറയുന്ന ആ ഡിവൈൻ സ്പേസിലേക്ക് തങ്ങളെ തന്നെ ഒതുക്കി താൻ ആരാകുന്നുവെന്നും തൻ്റെ സൃഷ്ടാവ് ആരാകുന്നുവെന്നും സൃഷ്ടിപ്പിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താകുന്നു എന്ന് തിരിച്ചറിയുന്ന പുണ്യദിനങ്ങളായിരുന്നു. സോ ലെറ്റ് ഈസ് എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അവരവനിലേക്ക് തന്നെ നോക്കുന്ന ഒരു കാലഘട്ടം. നോമ്പ് അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തിലേക്ക്, നമ്മുടെ രക്ഷകന്റെ ജീവിതത്തെ അവലോകനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെയും ജീവിതത്തിന്റെ ഇന്നത്തെ ക്രമത്തെയും മനസ്സിലാക്കുവാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും തിരുവച മനനത്തിനും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സാമുവൽ ബക്കറ്റ് എന്ന് പറയുന്ന ചിന്തകന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആകുന്നു ബ്രത്ത് എന്ന് പറയുന്ന ആ പ്ലേ. വെറും 30 സെക്കൻഡുകൾ മാത്രമാണ് ഇതുള്ളത്. ശബ്ദമൊന്നും തന്നെ ഇല്ല. പിന്നെയോ ചില പ്രകാശങ്ങളും. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള അനുഭവം. അതിപ്രകാരമാകുന്നു പ്ലേ തുടങ്ങുന്നത്. ഇതാ ഊരിട്ട് നിറഞ്ഞ ഒരു മുറി, അലങ്കോലപ്പെട്ടിരിക്കുന്നു. ഒറ്റ ശബ്ദം, അന്ത്യശ്വാസത്തിനായി ശ്രമിക്കുന്ന ഒരു വൃദ്ധന്റെ വിലാപം. ഇരുളടഞ്ഞ ആ മുറിയിലെ പ്രകാശം പൂർണ്ണമായി കെട്ടുപോകും. 10 നിമിഷം അതാണ്. പിന്നീട് 10 നിമിഷം സൈലൻസ് ആണ്. പിന്നീടുള്ള 10 നിമിഷം എന്ന് പറയുന്നത് പിറന്ന് വീണ് ആദ്യ ശ്വാസത്തിന് വേണ്ടി ഇതാ ശ്രമിക്കുന്ന ഒരു കുഞ്ഞിന്റെ നിലവിളി. ആ നിലവിളി കേൾക്കുന്നതോടുകൂടി ആ മുറിയിലെ പ്രകാശം ഇതാ വർദ്ധിക്കുന്നു. സൈലൻസ്. അദ്ദേഹം പറയുവാൻ ശ്രമിക്കുന്നത് ലൈഫ് ഈസ് ഇൻ ബിറ്റ്വീൻ ടു ബ്രത്ത്. ആദ്യശ്വാസത്തിന്റെയും അന്ത്യശ്വാസത്തിന്റെയും ഇടയിലുള്ള ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ ഗിഫ്റ്റ് ദൈവം നമുക്ക് നൽകുമ്പോൾ എങ്ങനെയാണ് ആഴമായ ദൈവിക ബോധത്തോടു കൂടി ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്പ്രിംഗ് എന്ന ഒരു റൂട്ട് വേർഡ് ലെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിന്റെ വസന്തകാലത്തെ തേടിയുള്ള യാത്രയാണ്. നീ ചിലത് ഉപേക്ഷിച്ച് രുചി വെടിഞ്ഞ് ജീവിതത്തിൽ അനേകർക്ക് രുചി പകരുന്ന ക്രിയാത്മകമായ ഒരു ക്വാളിറ്റേറ്റീവ് ലൈഫിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഒരു മനനത്തിലൂടെ, ധ്യാനത്തിലൂടെ ദൈവം ആരാകുന്നു എന്ന് തിരിച്ചറിയുന്നതിലൂടെ ദൈവം നൽകിയിരിക്കുന്ന ഈ നിയോഗത്തെ ദൈവത്തോട് ചേർന്ന് പൂർത്തീകരിക്കുവാനുള്ള സ്പിരിച്വൽ ഡിസിപ്ലിനിങ്ങിന്റെ കാലഘട്ടമായത്. നമുക്കറിയാം, ഒരു എക്യൂമിനിക്കൽ ചിന്താഗതി പുലർത്തുന്ന വിശ്വാസ സമൂഹമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരപ്പന്റെ മക്കളും ഒരപ്പത്തിന്റെ അവകാശികളുമാകുന്നു നാം എന്നുള്ള ചിന്ത പുലർത്തുമ്പോൾ തന്നെ ഐക്യത്തിന് കാവലാളാകുവാനുള്ള വിളിയാണ് നമ്മുടേത് എന്നുള്ള തിരിച്ചറിവാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ഈ നോമ്പിന്റെ നാളുകളിൽ നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ ആത്യന്തികമായി ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. എത്രമാത്രം സുവിശേഷാനുസരണ ജീവിതം നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ ധ്യാനം ഇന്ന് 2 പ്രധാനപ്പെട്ട ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി മാത്രമാകുന്നു ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്ക് പരിചിതമായ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിന്റെ അവസാന പദം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമവണ്ണം മാത്രം നടക്കുവിൻ. ആ വാക്യം പൂർണ്ണമായി പ്രകാരമാണ്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ
നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടക്കുവിൻ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടക്കുവിൻ. ക്രിസ്തുവിന്റെ സുവിശേഷം എന്താണത്? ലോകത്തെ കീഴ്മേൽ മറിച്ചതാണ് അത്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടവരെ ലജ്ജിപ്പിച്ചതാണത്. ലോകത്തിന്റെ ശക്തിമാന്മാരെ അത് എല്ലായ്പ്പോഴും വിസ്മയിപ്പിച്ചതാണ്. ലോകം ഇന്ന് കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലൂടെ, തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അവസ്ഥയിലൂടെ, സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്ന ചില തിരിച്ചറിവുകളുണ്ട്. മനുഷ്യൻ നിസ്സാരനും നിസ്സഹായനുമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തുവാൻ വിളിക്കപ്പെട്ട ഒരു കാലം. ഇവിടെയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആഴത്തിൽ നമ്മെ സ്വാധീനിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ലെറ്റർ ഓഫ് ജോയ് എന്നാണ് വിളിക്കുന്നത്. സന്തോഷത്തിന്റെ എഴുത്തുകളാണ്. ഈ സന്തോഷത്തിന്റെ എഴുത്തുകൾ ഒരു വലിയ പാരഡോക്സ് നമ്മുടെ മുൻപാകെ വരച്ച് കാട്ടുന്നുണ്ട്. സന്തോഷത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യൻ അല്പം പോലും സന്തോഷം നൽകാത്ത ഒരവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് സന്തോഷത്തെക്കുറിച്ച് നമ്മെ ഉപദേശിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പിൻ. എൻ്റെ അമ്മയുടെ സഹോദരി ഇന്നലെ രാവിലെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. കോവിഡ് മൂലമായിരുന്നു. വിദേശത്ത് വെച്ച് അപ്രതീക്ഷിതമായി ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം വിളിച്ചു. അതിനുശേഷം ഞാൻ ഈ വാർത്ത കേട്ടിട്ട് വേദപുസ്തകം തുറന്നപ്പോൾ ആദ്യം വായിച്ച വാക്യം എന്ന് പറയുന്ന ഇതാണ്: എപ്പോഴും സന്തോഷം. ഹൗ ഇറ്റ്സ് പോസിബിൾ ടു ബി ഹാപ്പി ഓൾവേസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് അവർ ചാലഞ്ചസ്. എന്നെ സ്നേഹിച്ച, ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിൽ നിന്ന് കടന്നു പോകുമ്പോൾ, ജീവിതത്തിലെ ദാരുണകരമായ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും? പൗലോസിന് എളുപ്പമായിരിക്കാം ഇങ്ങനെയൊക്കെ പറയാമെന്ന് ചിന്തിക്കാം. അപ്പോൾ വചനം ആഴത്തിൽ മനനം ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തന്നെ, സന്തോഷിക്കണമെന്ന് പറയുന്നത് തന്നെ, അല്പം പോലും സന്തോഷം നൽകുവാൻ കഴിയാത്ത കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ കിടന്നുകൊണ്ട്, കാരാഗ്രഹത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഒറ്റപ്പെടലിന്റെ തീഷ്ണതയുടെ ക്രൂശാനുഭവത്തിൽ കിടന്നുകൊണ്ടാകുന്നു ഒരു വലിയ ക്രിസ്തീയ സമൂഹത്തെ പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ സന്തോഷിക്കുക. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് telling you have to rejoice always? എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും? പ്രത്യാശ നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ, പ്രതീക്ഷകൾ അല്പം പോലും കാണുവാൻ, സ്വപ്നം പോലും കാണുവാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ എങ്ങനെ പൗലോസിന് ഇത് പറയുവാൻ കഴിയും? പൗലോസ് കിടന്ന ഈ കാരാഗ്രഹം പോയി കാണുവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും പറ്റാതെ കുനിഞ്ഞു മാത്രം, ഒരു പട്ടിക്കൂടിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു കാരാഗ്രഹത്തില പൗലോസിനെ അന്ത്യനാളുകളിൽ ഇതാ റോമ ഭരണകൂടം പീഡിപ്പിച്ച് അടച്ചിട്ടിരുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ചിന്തിക്കുമായിരുന്നു, എത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ദൈവിക ബോധത്തിൽ ബലം കണ്ടെത്തിയത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഈ ഫിലിപ്പിയർക്ക് ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ 1, 2, 3, 4 അധ്യായം വളരെ വ്യക്തമായ ചില ചിന്തകളെ, പ്രത്യേകിച്ച് എങ്ങനെയൊക്കെ സന്തോഷിക്കണം, സന്തോഷത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ജോയ് ഇൻ സഫറിങ്, കഷ്ടതകളിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം എന്ന് പറയുന്നു. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ശുശ്രൂഷയിൽ, ജോയ് ഇൻ സെർവിങ്, ശുശ്രൂഷയിലായിരിക്കണം നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോയ് ഇൻ ബിലീവിങ്, വിശ്വാസത്തിൽ, വിശ്വസിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറയുന്നു. 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ
യു ഹാവ് ടു റിജോയ്സ് ഇൻ ഗിവിങ്. നൽകുന്നതിൽ, പങ്കുവയ്ക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് ഒരു സന്തോഷത്തിന്റെ ഒരു ലേഖനമായി, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഒരു പുസ്തകമായി ഇതിനെ ചിന്തകന്മാർ വ്യാഖ്യാനിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കുവാൻ വക നൽകുന്ന ഒന്നാകുന്നു. അന്ധകാരം നിറഞ്ഞ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുവാൻ പ്രേരണയും പ്രചോദനവും നൽകുന്ന ദീപ്തമാകുന്നു സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും സത്യദൈവം ആരാകുന്നു എന്ന് തിരിച്ചറിവില്ലാതെ ലോകത്തിൽ സത്യവിശ്വാസത്തിന് വിഘാതമായി സൃഷ്ടിക്കുന്നവരായി നാം നിന്നു പോകുന്നു. ഈ നോമ്പിന്റെ നാളുകളിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ വിശ്വാസത്തെ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, ഒരു ഡോക്ട്രിനൽ ലെവലിൽ, അറിവിന്റെ തലത്തിൽ. രണ്ട്, എക്സ്പീരിയൻഷ്യൽ വേയിൽ, അനുഭവ തലത്തിൽ. നിനക്ക് വേദപുസ്തകം പൂർണ്ണമായി അറിയാമെന്ന് വെച്ച് നീ ഒരു ക്രിസ്ത്യാനിയാകണമെന്നില്ല. എനിക്ക് അഗാധമായ പാണ്ഡിത്യം ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ടീച്ചിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നില്ല. അറിവുകൾ അനുഭവ തലത്തിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം നമ്മുടെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് പാർഷ്യൽ മാത്രമാണ്. ഇന്ന് ക്രിസ്ത്യാനികളാകുവാനല്ല തമ്പുരാൻ വിളിക്കുന്നത്, ക്രിസ്തുവാകുവാനാകുന്നു. ഈ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. ഈ കാലഘട്ടം സമൂഹം നമ്മോട് ആവശ്യപ്പെടുന്നത് വെറും ക്രിസ്ത്യാനിയായി തരം താഴാതെ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തരം താഴാതെ. കാരണം ഒരു കാലത്ത് സുവിശേഷത്തിന്റെ ദീപ്തമായ രണ്ട് ചിറകുകളായിരുന്നു സുവിശേഷ വേല. സുവിശേഷ വേലയുടെ ദീപ്തമായ രണ്ട് അനുഭവമായിരുന്നു, ഒന്ന് വിദ്യാഭ്യാസ രംഗം, രണ്ട് ആതുര രംഗം. ഇന്ന് മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലാതെയാക്കുന്ന, ലാഭക്കൊതിയന്മാരെ സൃഷ്ടിക്കുന്ന ഇടങ്ങളാക്കി മാത്രം ചുരുങ്ങുമ്പോൾ, ഒരു മൈനോറിറ്റി ആകുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നാം ശബ്ദമുയർത്തുവാൻ ശ്രമിക്കുമ്പോൾ, തമ്മിലടിച്ച് സ്വയം ക്രിസ്തുവിനെ ഓരോ പ്രാവശ്യവും ക്രൂശിക്കുന്ന വ്യക്തികളായി, കൂട്ടങ്ങളായി ഞാനും നിങ്ങളും തീരുന്നു. ക്രിസ്ത്യൻ തിയോളജിയിലേക്ക് നോക്കുമ്പോൾ രണ്ട് പദങ്ങൾ, പ്രത്യേകിച്ച് യേശു കർത്താവിന്റെ ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഒന്ന്, ഒക്ലോസ് എന്നുള്ള ഒരു പദമുണ്ട്. രണ്ട്, ലാവോസ് എന്നൊരു പദമുണ്ട്. ഒക്ലോസ് എന്ന വാക്കിന്റെ അർത്ഥം ക്രൗഡ് എന്നാകുന്നു, പുരുഷാരം. ലാവോസ് എന്ന വാക്കിന്റെ അർത്ഥം ദി പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം എന്നാകുന്നു. പത്രോസ് ശ്ലീഹായുടെ ലേഖനം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ആരാകുന്നു എന്ന്. നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന് പറയുന്നതോടൊപ്പം തന്നെ അടുത്ത വാക്യം, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുൻപേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ. സോ എ ഗ്രേസ്ഫുൾ കമ്മ്യൂണിറ്റിയാണ് നാം. ദൈവത്തിന്റെ മേഴ്സി എന്ത് എന്ന് റിയലൈസ് ചെയ്ത കമ്മ്യൂണിറ്റിയാണ്. എന്താണ് ഒരു പുരുഷാരവും ദൈവജനവും തമ്മിലുള്ള വ്യത്യാസം? സപ്പോസ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ഒരു പറ്റം പുരുഷാരം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. എന്നാൽ ഒരു പറ്റം കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശയം, ഐഡിയ കിട്ടും. ബിക്കോസ് ദേ ഹാവ് എ ലീഡർ, ദേ ഹാവ് ആൻ അജണ്ട, ദേ ഹാവ് എ ഫ്ലാഗ്, ദേ ഹാവ് എ ഗോഡ്. ഒരിക്കലും അവിടെ നിൽക്കുന്ന പുരുഷാരം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം പോലും അവരുടെ ലക്ഷ്യമോ മാർഗമോ അറിയില്ല. ഇന്ന് പുരുഷാരത്തിൽ ഒന്നായി ഞാനും നിങ്ങളും ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ നമുക്ക് സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ഉണ്ട് എന്ന് പറയുന്നു, എന്നാൽ ക്രിസ്തുവിൽ നിന്ന് കാതങ്ങൾ അകലെ നിൽക്കുന്ന ഞാനും നിങ്ങൾ. ഈ നോമ്പിന്റെ നാളുകളിൽ ആത്മാർത്ഥമായി നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ദൈവമേ, എത്രമാത്രം നിന്നിൽ നിന്ന് അകലെയാണ് ഞാൻ, എൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവൃത്തിയിലും.
എത്ര ദൂരെയാണ് ദൈവമേ ഞാൻ? ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റൂട്ടഡ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത വിശ്വാസമില്ലായ്മയല്ല, തെറ്റായ വിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. തെറ്റായ വിശ്വാസങ്ങൾ എന്താ എന്ന് ചോദിച്ചാൽ, കുരിശില്ലാത്ത ക്രിസ്തീയ ജീവിതം പ്രഖ്യാപിക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ അടിമകളായി പലപ്പോഴും നാം തീരും. ഈ ലണ്ടൻ ടൈമിൽ ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയും വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജിക്കൽ എംഫസിസ് നോക്കുമ്പോൾ, വെസ്റ്റേൺ ഡിനോമിനേഷൻസ് എപ്പോഴും സിന്നിനെ കുറിച്ചും പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപക്ഷമയെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ച്, അനുതാപത്തെക്കുറിച്ചൊക്കെ ആകുന്നു ഈ ലണ്ടൻ ടൈമിൽ എംഫസിസ് കൊടുക്കുന്നത്. എന്നാൽ ഈസ്റ്റേൺ ചർച്ചസ് ഇതോടൊപ്പം തന്നെ കർത്താവിന്റെ ഉത്ഥാനത്തിൽ ശക്തി കണ്ടെത്തുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മാർത്തോമാ സഭയുടെ തുയാബ ശുശ്രൂഷ, അതായത് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപുള്ള പ്രിപ്പറേറ്ററി സർവീസ് ആണ്. ഒരു പുരോഹിതൻ ഇതാ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോകുന്നതിന് മുന്നോടിയായി തന്നെ തന്നെ ദൈവമുൻപാകെ ഒരുക്കി വിശുദ്ധീകരിക്കുന്നതിന് അനുഭവത്തിൽ ഒരു മനോഹരമായ ഗാനമുണ്ട്. കർത്താവേ, നിൻ ബസ്കാസായിൻ വാതിൽ മുട്ടിയിട്ട് അനുഗ്രഹം ഇരക്കുന്നേ, വഴിതെറ്റിയിട്ട് അകലപ്പോയൊരു പാപി ഞാൻ, അയ്യോ അനുദപിച്ചവയെ വിട്ടുമാറി ഈ ലോകത്തെ ഈ ദിവ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. ഞാൻ നിങ്ങളുമൊക്കെ പുരുഷാരത്തിന്റെ ഭാഗമായി ഈ ലോകത്ത് നിൽക്കുകയാണ്. പുരുഷാരത്തിന് എപ്പോഴും രണ്ട് ഉദ്ദേശമാണുള്ളത്. എവിടെ കലഹമുണ്ടോ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുക, എവിടെ സെലിബ്രേഷൻ ഉണ്ടോ അവിടെ വലിയ പുരുഷാരം കാണും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളികളിലൊക്കെ എപ്പോഴാ ആള് കൂടുന്നത്? ഒരു കലഹമുണ്ടോ അവിടെ ആളുണ്ട്, എവിടെ സെലിബ്രേഷൻ ഉണ്ട് അവിടെ ആളുണ്ട്. റിമെമ്പർ, നാം പുരുഷാരത്തിൽ ഒന്നല്ല, ദൈവജനത്തിൽ ഒന്നാണ്. അവന്റെ മക്കളും അവകാശികളും ആകുന്നു എന്നുള്ള ബോധ്യമാണ് നമ്മെ നിലനിർത്തുന്നത്. ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നാം ക്രിസ്തുവിൽ നിന്ന് കാതം അകലെ പോകുന്നത്. ഇതാ നൊമ്പരപ്പെടുത്തുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് നമ്മെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ വിളി സുവിശേഷാനുസരണമായി നിങ്ങൾ ജീവിക്കുക, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടത്തുവിൻ. ഇതൊരു എക്സോർട്ടേഷൻ. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓടിച്ച് ഇതിനോട് ചേർത്ത് വായിച്ച് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ സുവിശേഷാനുസരണ ജീവിതം എന്ന് പറഞ്ഞ? ഒന്ന്, സുവിശേഷാനുസരണ ജീവിതം എന്ന് പറയുന്നത് പാരസ്പരികതയുടേതാണ്, അത് ഐക്യത്തിൻ്റെതാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത്, പല ഡിനോമിനേഷനിൽപ്പെട്ടവരാ, പല സഭകളിൽപ്പെട്ടവരാ ഞാൻ നിങ്ങൾ, എന്നാൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതാണ് പാരസ്പരികത, അന്യോന്യം. ഈ വാക്കിന് വളരെ പവർഫുൾ ആയ ഒരു അർത്ഥമുണ്ട്. ഈ വൃക്ഷങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, എല്ലാ വൃക്ഷങ്ങളും വളരുന്നത് അതിൻ്റെ റൂട്ട് ആഴത്തിൽ പോയി അടുത്ത് ഉള്ള വൃക്ഷവുമായി അതിൻ്റെ വേരുമായി പിണഞ്ഞു കിടക്കുകയാണ് എന്നാണ്. അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. ഇതാ പാരസ്പരികത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം. ആർക്കും ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. നാം ഈ കോവിഡ് കാലത്ത് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. എൻ്റെ ആരോഗ്യം മാത്രമല്ല, അയൽക്കാരൻ്റെ ആരോഗ്യം കൂടി എൻ്റെ പ്രയോറിറ്റി ആയെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ കാലഘട്ടമായി. ഇവിടെയാണ് പാരസ്പരികതയുടെ, ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഒരു സുഹൃത്ത് ഈ കാലഘട്ടത്തിൽ അവൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞു. അവൻ്റെ അപ്പൻ മരിച്ചിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. അപ്പനും അമ്മയും ഒരിക്കൽ പോലും സ്വസ്ഥതയിൽ ജീവിച്ചവൻ കണ്ടിട്ടില്ല. 45 വർഷത്തെ കുടുംബജീവിതം ഇതാ തീർന്ന് അപ്പൻ മരിച്ചപ്പോൾ അമ്മ നിലവിളിക്കുന്നത് കണ്ട് അവൻ പറയുന്നു, ഞാൻ വണ്ടടിച്ചു പോയി. ഒരിക്കൽ പോലും സ്നേഹപൂർവ്വം അവർ സംസാരിച്ചിട്ടില്ല. എന്നാൽ അപ്പൻ മരിച്ചപ്പോൾ അമ്മയുടെ വിലാപം പ്രകാരമാണ്, ഇനിയും ഞാൻ ഒറ്റയ്ക്കായി പോയത്, ഒന്ന് കലഹിക്കുവാൻ പോലും എനിക്കാരും ഇല്ല.
പലപ്പോഴും നാം ചിന്തിക്കുന്നത് ചിലരൊക്കെ നമുക്ക് ദോഷമാണ്, ചിലരൊക്കെ നമുക്ക് അസ്വസ്ഥത നൽകുന്നവരാണ്, ചിലരൊക്കെ നമുക്ക് അലർജിയാണ് എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ തന്നെയും ഓർക്കുക, വിതൗട്ട് യുവർ ബ്രദർ യു ആർ നത്തിങ്. ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഗിഫ്റ്റാണ്. എല്ലാവരും നമുക്ക് ആവശ്യമുള്ളവരാണ്. കാരണം എല്ലാവരിലൂടെയും ദൈവം എന്തെങ്കിലും സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഒന്നുകിൽ ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ ഇങ്ങനെ ആകരുത്. പാരസ്പര്യത്തിന്റെ ദിവ്യതയാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മാർട്ടിൻ ബൂബർ എന്ന് പറയുന്ന മനുഷ്യൻ 2 തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഐ ഇറ്റ് റിലേഷൻഷിപ്പ്, 2 ഐ യു റിലേഷൻഷിപ്പ്. ഈ ഇറ്റ് എന്നുള്ള പദം നമുക്കറിയാം, ഇറ്റ്സ് എ ചെയർ, ഇറ്റ്സ് എ ടേബിൾ, ഇറ്റ്സ് എ വാച്ച്. ദാറ്റ് മീൻസ് ജീവനില്ലാത്ത നിർജീവമായ വസ്തുക്കളെ ഡിഫൈൻ ചെയ്യുവാനാണ് ഇറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഐ വി റിലേഷൻഷിപ്പ് ഓർ ഐ യു റിലേഷൻഷിപ്പ് സജീവമായ ബന്ധത്തെ കുറിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ബന്ധങ്ങൾ പലപ്പോഴും നിർജീവം എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തില്ല. ലൈഫിനെ ഡിഫൈൻ ചെയ്യേണ്ടത് ഇപ്രകാരം തന്നെയാകണം. ലൈഫ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഈസ് ഫ്രജൈൽ. ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. ഒരു വലക്കണ്ണി പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾ. ഒരു കൂരയ്ക്ക് കീഴെ താമസിച്ചിട്ടും, ഒരു കട്ടിൽ ഒരുമിച്ച് കിടന്നിട്ടും, ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം ഭക്ഷിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ എത്രയോ എത്രയോ ജീവിതങ്ങൾ, പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാതെ എത്രയോ എത്രയോ സ്വർഗതുല്യമാകേണ്ട ജീവിതങ്ങൾ നരകതുല്യമാക്കി ഈ ലോകത്ത് നിന്ന് വിട ചൊല്ലും. പാരസ്പരികതയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് എപ്പോഴും നാം മനസ്സിലാക്കണം. പരസ്പരം ബന്ധിതമായി തീർന്നത് ക്രിസ്തുവിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് എപ്പോഴും തിരിച്ചറിയുക. എല്ലാ റിലേഷൻഷിപ്പും ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് അവരനെ ചേർത്ത് പിടിക്കുവാനാണ്. അവരനെ ശത്രുവായി കാണുവാനല്ല, പിന്നെയോ അവരനെ ചേർത്ത് പിടിക്കുവാനുള്ള വിളിയാണ് സുവിശേഷാനുസരണ ജീവിതം എന്ന് എപ്പോഴും ഓർക്കുക. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അപരനും ഞാനും തമ്മിലുള്ള ബന്ധം, ഞാനുമായുള്ള ബന്ധം, ഇതാണ് നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്ന ആത്യന്തികമായ അന്വേഷണം. മനുഷ്യന് രോഗം വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ അവന്റെ ഗിൽറ്റ് കോൺഷ്യസ് ആണ് എന്ന് പറയാറുണ്ട്. ഈ കുമ്പസാരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മരുന്നാണ്, മനസ്സിന്റെ ആത്മാവിന്റെ മരുന്നാണ് നമുക്കറിയാം. കുമ്പസാരത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? സുവിശേഷാനുസരണമായ ജീവിതം നിർവഹിക്കുന്നതിൽ നിന്ന് പാപമംഗലമായ ആ കാർമേഘം ദൈവമുഖത്ത് നിന്ന് നമ്മെ അകറ്റുന്നുവെങ്കിൽ ആ കാർമേഘത്തെ നീതിസൂര്യന്റെ മുൻപിൽ പോയി അവനെ സ്വീകരിച്ചുകൊണ്ട് ആ കാർമേഘത്തെ ഇല്ലാതെയാക്കുന്ന അനുഭവം. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് തമ്പുരാന്റെ മുഖത്ത് നോക്കി വിലപിക്കുവാൻ കഴിഞ്ഞാൽ, ആത്മതപനം ചെയ്യുമ്പോൾ ഞാൻ ലോകത്തിൻ്റെതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യം, എന്റെ പാപങ്ങളുടെ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെണ്മയുള്ളതാകുമെന്നുള്ള അവന്റെ വാഗ്ദാനത്തുള്ള വിശ്വാസം, ഞാൻ എത്ര അകലെ പോയിരുന്നാലും എന്നെ തേടി വരുന്ന ദൈവസ്നേഹം, ഞാൻ ഒരു പാദം അവനിലേക്ക് വെക്കുമ്പോൾ 7 പാദം എന്നോട് ചേർന്ന് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ഇതാണ് നോമ്പ് നൽകേണ്ട ഏറ്റവും വലിയ അവബോധം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഒരുവൻ അവനവനിൽ തന്നെയുള്ള ബന്ധം സുതാര്യമാക്കേണ്ട, നിർമ്മലമാക്കേണ്ട പുണ്യദിനങ്ങളാണ് നോമ്പ് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കുക. സുവിശേഷാർന്ന അനുസരണ ജീവിതം എന്ന് പറയുന്നത് ഐക്യത്തിൽ അധിഷ്ഠിതമാ, പാരസ്പരികതയിൽ അധിഷ്ഠിതമാ. എപ്പോഴാണ് ഈ ദിവ്യ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നത്? പിന്നെ നാം നമ്മളിൽ നിന്നും ലോകത്തിൽ നിന്നും അകന്നു മാറുകയാണ്. ഈ നോമ്പിന്റെ നാളുകളിൽ പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാ: ഐക്യത്തിന്റെ സുവിശേഷകരായി നിൽക്കുക. സുവിശേഷം എന്ന് പറയുന്ന വിഭജനത്തിൻ്റെതല്ല. ഭവനങ്ങളിൽ വിഭജനം വന്നിരിക്കുന്നു, സമൂഹത്തിൽ വിഭജനം വന്നിരിക്കുന്നു,
സഭകളിൽ വിഭജനം വന്നിരിക്കുന്നു. തദ്വാര നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിലവിളികൾ ഉയരുന്ന ലോകത്ത് ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നുള്ള ചോദ്യം ഓരോ ദിവസവും നമ്മെ അസ്വസ്ഥമാക്കട്ടെ. നിസ്സംഗത ബാധിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളായി സത്യസുവിശേഷത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണോ നാം ജീവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളാകുക എന്നുള്ളതല്ല ഈ കാലഘട്ടത്തിലെ നമ്മുടെ വിളി. മറ്റൊരു ക്രിസ്തുവാകുക എന്നുള്ളതാണ് നമ്മുടെ വിളി എന്ന് ഇതിനോട് ചേർത്ത് നാം വായിക്കുക. ഇതാ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ സുവിശേഷാനുസരണ ജീവിതം നിർവഹിക്കണം. 2 പദവും കൂടി അദ്ദേഹം അവിടെ എംഫസിസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏക ആത്മാവിൽ നിലനിൽക്കുക, ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുക. ഓൺ സ്പിരിറ്റ് ആൻഡ് ഇൻ ഓൺ മൈൻഡ്. ഈ ഒൺനെസ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് പോലും ഒറ്റയ്ക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് ഇൻ എ കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ട്രിനിറ്റേറിയൻ എന്ന് പറയുന്നത്. കപ്പദോക്യൻ ഫാദേഴ്സ് പറയുന്ന പെരിക്കോറസിസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പദമാണ് ദൈവത്തെ, തൃത്വത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 3 dancers dancing together, mutual complementary, mutual respect, mutual participation. ദൈവത്തിന് പോലും ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയില്ല. ഗോഡ് ഈസ് ഇൻ എ കമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് ട്രിനിറ്റി. ദൈവത്തിന് പോലും ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയില്ല എങ്കിൽ മനുഷ്യൻ നിന്ന് വാശി പിടിക്കുക, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. തമ്പുരാൻ നമ്മോട് പറയും, യു ആർ എ ബിഗ് ഫൂൾ. ഈ നോമ്പ് നമ്മെ വിളിക്കുന്നത് പാരസ്പരികതയിൽ, ഐക്യത്തിന്റെ ആത്മാവിൽ, സഹോദരന്റെ കാവൽക്കാരനാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ ആഴപ്പെട്ട ആത്മീയതയിൽ വളരുവാനാണ്. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി മാറുന്നത് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമതായി ഈ ഭാഗത്ത് നിന്ന് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്, സുവിശേഷാനുസരണ ജീവിതം എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം ജീവിക്കുവാനുള്ള വിളിയാണ്. ഹൃദയപൂർവമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലേക്കുള്ള വിളിയാണ്. എന്താണ് ഈ ഹൃദയപൂർവ്വം ജീവിക്കുക എന്ന് പറയുന്നത്? അവബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. നീ ആരാണ് എന്നുള്ള ബോധം നിനക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നിന്റെ വീഴ്ച ആരംഭിക്കുകയാണ്. നീ ഒരു പിതാവാണെന്ന്, ഒരു അധ്യാപകനാണെന്ന്, ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് എന്ന് നീ നിന്റെ റോൾ എപ്പോൾ മറക്കുന്നുവോ അപ്പോൾ നിന്റെ ജീവിതം നഷ്ടപ്പെടുകയാണ്. ഇന്ന് ഹൃദയം നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ് നമുക്കുള്ളത്. ഒരു പള്ളിയിൽ ഗായക സംഘം ഇതാ വാദ്യങ്ങളോടുകൂടി ഗാനം ആലപിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ നോക്കുമ്പോൾ ഇതാ ഇവരുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. അവർ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആ രീതിയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുവാൻ കഴിയുന്നില്ല. മാലാഖമാർ ഇങ്ങനെ അന്തിച്ചു നിന്നപ്പോൾ അവർക്കൊരു വെളിപാടുണ്ടാകുന്നു. അത് മറ്റൊന്നുമല്ല, അവർ പാടുന്നുവെങ്കിലും അവരുടെ ഹൃദയം അവരുടെ പാട്ടിൽ ഇല്ല. ഇന്ന് പ്രവർത്തികളെല്ലാം നമുക്കുണ്ട്, എന്നാൽ ഹൃദയം മാത്രം ഇല്ല. ഹൃദയപൂർവ്വം ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ സുവിശേഷ വേല. ഹൃദയപൂർവ്വം, ദാറ്റ് മീൻസ് നീ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നിന്നെ തന്നെ നൽകി നിനക്ക് ചെയ്യുവാൻ കഴിയുമോ? മരണക്കിടക്കയിൽ കിടന്ന ഒരു പുരോഹിതൻ വിലപിച്ചത് പ്രകാരമായിരുന്നു, ഞാൻ അല്പവും കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അല്പം കൂടെ നല്ലൊരു വൈദികനാകാമായിരുന്നു. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലെബനന്റെ പ്രവാചകൻ ലോകത്തോട് പറയുന്നു, വിട പറയും വരെ ആരും ഒന്നിന്റെയും വില തിരിച്ചറിയുന്നില്ല. പലതും കൈവിട്ട് പോയിട്ടാണ് പലതിൻ്റെയും വില നാം തിരിച്ചറിയുന്നത്. ഒരു ചെറിയ ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നൽകിയ ജീവന്റെ ക്യാൻ വി ലീവ് അറ്റ് ദി പ്രസന്റ്, ഇന്നിൽ ജീവിക്കുവാൻ, ഹൃദയപൂർവ്വം ജീവിക്കുവാൻ, അവബോധത്തിൽ ജീവിക്കുവാൻ കഴിയും. സുവിശേഷാനുസരണ ജീവിതം എന്ന് പറയുന്ന ഇതാ ക്രിസ്തു നോക്കുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് 2 കാശിട്ട വിധവയെ ആരും കാണരുത് എന്ന് ചിന്തിച്ച് 2 കാശിട്ട വിധവയെ കണ്ട ക്രിസ്തുവാണ്. സക്കായി, എന്നെ ആരും കാണരുത്, എന്നാൽ എനിക്ക് ക്രിസ്തുവിനെ കാണണം.
ഒളിച്ചിരുന്നവനെ കണ്ട ക്രിസ്തു. ഇതാ കണ്ണുനീർ വാർത്തവളെ തിരിച്ചറിഞ്ഞ, വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും, എന്നാൽ എന്നെ ആരും കാണരുത് എന്ന് ചിന്തിച്ച സ്ത്രീയെ പോലും കാണുന്ന ഒരു കർത്താവ്. നീ വിരുന്നിൽ എന്ത് വിളമ്പുന്നു എന്നുള്ളതല്ല, വിളമ്പന്തവന്റെ ഹൃദയത്തെ നോക്കുന്ന കർത്താവ്. ഈ നോമ്പ് എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം ജീവിക്കുവാനുള്ള വിളി. അതാണ് സുവിശേഷാനുസരണ ജീവിതം എന്ന് പറയുന്നത്. നീ എന്ത് നേടിയെന്നോ നിനക്ക് എന്തുണ്ടോ എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നിനക്ക് നൽകപ്പെട്ടവനെ തിരിച്ചറിയുവാൻ, നൽകപ്പെട്ടതിൽ ഹൃദയപൂർവ്വം വിശ്വസ്തയോടെ നിനക്ക് ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഇന്നിന്റെ ഏറ്റവും വലിയ വിളിയായി നിൽക്കുന്നു എന്ന് ഇതിനോട് ചേർത്ത് നാം മനസ്സിലാക്കണം. എല്ലായ്പ്പോഴും തമ്പുരാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, ഹൃദയപൂർവ്വം നിനക്ക് ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ആത്മീയത പലപ്പോഴും അർത്ഥരഹിതമായ ജൽപ്പനങ്ങൾ മാത്രമാകുന്ന കർമ്മങ്ങളായി തീരുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഹൃദയം നഷ്ടപ്പെട്ട ചില ആരാധന അനുഭവങ്ങൾ മാത്രം. എല്ലാം ഉണ്ട്, എന്നാൽ ജീവിക്കുന്നതിന്റെ സന്തോഷം നമുക്കുണ്ട്. നമുക്കറിയാം, ആത്മാവിന്റെ ബലമാണ് ജോയ് എന്ന് പറയുന്നത്. ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണ്. ക്രിസ്തുവാണ് സകലതിനെയും നിയന്ത്രിക്കുന്നത്, അവനിലാണ് എൻ്റെ ജീവിതം എന്നുള്ള ബോധ്യത്തിൽ നിന്നാകുന്നു ആ സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പിന്നെയും പറഞ്ഞു, കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ വാളോ ആപത്തോ നഗ്നതയോ എന്ത് വന്നിരുന്നാലും ആ സ്നേഹത്തിൽ ഞാൻ അകന്നു പോകുകയില്ല. റിജോയ്സ് ഓൾവേസ്. ഗ്രീക്ക് ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ സെപ്റ്റജിന്റിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടുത്തെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ഈ റിജോയ്സ് ഇൻ ഗോഡ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്നുള്ള വാക്യം. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് ജീസസ് വെപ്റ്റ്, യേശു കരഞ്ഞു എന്നുള്ളതാണ്. ഓർക്കുക, സന്തോഷവും കരച്ചിലും ജീവിതത്തിന് രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ കാലം ചെയ്ത ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമാ തിരുമേനി പറയുന്ന ഒരു പദം എപ്പോഴും, ഒരു വാക്കെപ്പോഴും ഹൃദയത്തിൽ ആഞ്ഞാഞ്ഞ് തറയ്ക്കാറുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, അനുകൂലതകൾ അഹങ്കരിച്ചു പോകാതെ, പ്രതികൂലതകൾ പതറിപ്പോകാതെ നീ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കൃപ പകരണമേ. ജീവിതം എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാനമാണ്. അഹങ്കാരത്തിനും വീഴ്ചയ്ക്കും സന്തോഷത്തിനും ദുഃഖത്തിനും ഒക്കെ സ്ഥാനമുള്ള ഒരു ജീവിതം. എന്നാൽ നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത മേഖലകളെയും നിയന്ത്രിക്കുന്നവന്റെ കരങ്ങളിലാണ് നിന്റെ ജീവിതം എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകുമ്പോൾ കഷ്ടതയിലും പാടുവാൻ കഴിയും, നഷ്ടങ്ങളിലും ആനന്ദിക്കുവാൻ കഴിയും. കാരണം ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും ഭവിക്കുകയില്ല എന്നുള്ള ബോധ്യം. സുവിശേഷാനുസരണ ജീവിതം ഈ ബോധ്യത്തിൽ അധിഷ്ഠിതമാണ്. ഐ എം നോട്ട് എലോൺ. ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. ഞാൻ ജീവിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? നമുക്കറിയാം, 22 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കോവിഡ് പീരീഡിൽ ലോകത്തുനിന്ന് കടന്നുപോയത്. എത്രയോ പേർ മരണത്തോട് മല്ലടിക്കുന്നു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. പൗലോസ് ചോദിക്കുന്ന ചോദ്യത്തിന് നാം എതിർ ചോദ്യം ചോദിക്കുകയാണ്: എപ്പോഴും സന്തോഷിപ്പിൻ. പൗലോസെ, എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും? അതെ, സന്തോഷിക്കുവാൻ കഴിയും ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ ജീവിതമാകുന്ന പടകിലുണ്ട് എന്നുള്ള ബോധ്യം, ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ആവശ്യത്തെക്കാൾ അപ്പുറമായി അവന്റെ കൂടെ ആവശ്യമാണ് എന്നുള്ള ബോധ്യം എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോൾ ആ വിശ്വാസമാണ് പിന്നെ എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. Your happiness is not depends on happenings in your lives, but your concrete relationship with God. ഇതെല്ലാം ഇപ്പോഴും നാം ഓർക്കണം. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളെ അധിഷ്ഠിതമായല്ല നിന്റെ ജീവിതത്തിലെ സന്തോഷം ഡിസൈഡ് ചെയ്യപ്പെടേണ്ടത്. പിന്നെയോ നിന്റെ ജീവിതം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ കീഴിലാകുന്നുവെന്നും അവൻ അറിയാതെ ജീവിതത്തിലൊന്നും ഭവിക്കില്ല എന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുന്ന വിശ്വസ്തനായ ക്രിസ്തു പടയാളിയുടെ സാക്ഷ്യത്തെ നമുക്ക്
മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു എക്സോട്ടേഷൻ മാത്രമാണ് പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. നാം എങ്ങോട്ട് നടക്കുന്നു? ഒരു വലിയ സ്പിരിച്വൽ ഡിസിപ്ലിനിന്റെ ഈ കാലഘട്ടത്തിൽ, നോമ്പിന്റെ ഈ കാലഘട്ടത്തിൽ, ജീവിതത്തിന്റെ വസന്തത്തെ തിരികെ പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അവനവനിലേക്ക് തന്നെ നോക്കുന്ന ഇൻട്രോസ്പെക്ഷന്റെ ഈ കാലഘട്ടത്തിൽ, കുരിശിനെ അനുധാവനം ചെയ്ത് ഉയർപ്പിന്റെ സന്തോഷത്തെ പുണർന്നുകൊണ്ട് ദൈവിക ദൗത്യത്തിലേക്ക് ഉയരുവാനുള്ള ഉണർവിന്റെ ഈ കാലഘട്ടത്തിൽ അവബോധമുള്ളവരായി ഹൃദയപൂർവ്വം ജീവിക്കുവാൻ, ബന്ധങ്ങളെ അല്പവും കൂടി പാരസ്പരികതയിൽ നിലനിർത്തുവാനുള്ള വിളിയാണ് എൻ്റെ ജീവിതം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. 2 കാര്യങ്ങളാണ് പറയുവാൻ ഞാൻ ശ്രമിച്ചത്. സുവിശേഷാനുസരണ ജീവിതം എന്ന് പറയുന്നത് പാരസ്പരികതയിൽ അധിഷ്ഠിതമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവവും മനുഷ്യനും ഈ സമൂഹത്തിന്റെയും ഭാഗമാകുന്നു എന്നുള്ള വലിയ തിരിച്ചറിവിൽ ബന്ധങ്ങളെ പവിത്രമായി കാത്തു സൂക്ഷിച്ച് ഐക്യത്തിന്റെ ആത്മാവിൽ ഏക മനസ്സോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. 2ാമതായി ഞാൻ പറയുവാൻ ശ്രമിച്ചത്, സുവിശേഷാനുസരണ ജീവിതം എന്ന് പറയുന്നത് അല്പവും കൂടി സത്യസന്ധമായി ഹൃദയപൂർവ്വം ജീവിക്കുവാനുള്ള വിളിയാണ് എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നാം എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ലല്ലോ, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായി ഈ ലോകത്തെ ജീവിച്ച് അനുഗ്രഹത്തോടെ കടന്നു പോകുവാൻ ഒരുക്കമുള്ളവരായി എല്ലായ്പ്പോഴും നിലകൊള്ളുവാൻ തമ്പുരാനെ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.